വീഡിയോ ആണ് എല്ലാ സുഹൃത്തുക്കളായും നമസ്കാരം. ഞാൻ ബിനിജി തോമസ്. നമ്മൾ ഇപ്പോഴും കൊടൈക്കനാൽ തന്നെയാണ്. പക്ഷേ കൊടൈക്കനാൽ ഉൾഭാഗങ്ങളിലല്ല, നമ്മൾ വേറെ സ്ഥലത്തോട്ട് പോകണം. ഇതിലാവിടെ 34 കിലോമീറ്റർ. ഇതിൻ്റെ അപ്പുറം സത്യം പറഞ്ഞാൽ മൂന്നാറാണ്. പക്ഷേ മൂന്നാറിലോട്ട് ഇപ്പോൾ അങ്ങനെ പോകാൻ പറ്റില്ല എല്ലാവരും സാർ അല്ലേ. അതുകൊണ്ട് നമ്മൾ പൂണ്ടി ഏരിയയിലോട്ടാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്ന സ്ഥലമാണ്. അതായത് നമ്മുടെ തമിഴ്നാട്ടിൽ സ്വിറ്റ്സർലൻഡ് എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. അങ്ങനെയാണ് സാധാരണ ആൾക്കാർ യാത്രക്കാരൊക്കെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഇച്ചിരി വെയിലിൻ്റെ ആധിക്യമുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നേരെ പൂണ്ടി ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയാണ് നമുക്ക് തുടങ്ങുന്നത്. അരുവിനോടും ചോദിച്ചു നോക്കാം എന്താണ് അവിടുത്തെ വിശേഷം എന്നുള്ള കാര്യം. ഇവിടെ പോയിട്ടില്ല, പൂണ്ടിക്ക് പോയിട്ടുണ്ടോ? ഇല്ലില്ല, ഞാൻ കൊടൈക്കനാൽ വരെ വന്നിട്ടുള്ളൂ. നമ്മൾ ഈ ഗുണാക്കേവ് അത് കണ്ട് ഞാൻ തിരിച്ചു പോയി. പിന്നെ എല്ലാവരും ചോദിച്ചത് ഈ പൂണ്ടി കണ്ടിട്ടുണ്ടോ, മണ്ണവന്നൂർ കണ്ടിട്ടുണ്ടോ? കുറെ യൂട്യൂബ് വീഡിയോയിലൊക്കെ ഉണ്ട് നല്ല. പക്ഷെ ഇപ്പൊ ക്ലൈമറ്റ് മോശമാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് പോയി നോക്കാം. അവിടെ ഏതാണ്ട് ഒരു 3 മണിയൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ ഇച്ചിരി ആശ്വാസവും. ഏതായാലും നമുക്ക് ഈ റൂട്ടും കയറി പോയേക്കാം. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ നമുക്ക് നോക്കുകയും ചെയ്യാം. താഴെ ഒരു ഗ്രാമം കണ്ടോ, എന്നാ രസമല്ലേ. അത് കളർഫുള്ളാണ്. അതായത് ഒരു കുഞ്ഞൊരു ഗ്രാമം, അതിന്റെ പേരറിയാൻ പറ്റില്ല. പക്ഷെ വളരെ മനോഹരമായ സ്ഥലം. കളർഫുള്ളാണ്, വീടുകളെല്ലാം ഭയങ്കര കളറാണത്. അതുകൊണ്ട് എന്നാ രസം നോക്കിയേ. നമ്മളതേ എവിടെ വന്നെത്തി ഇങ്ങനെ മണ്ണവന്നൂർ അല്ലേ. മണ്ണവന്നൂർ ഞാൻ ആദ്യമായിട്ട് വരുന്നൊരു സ്ഥലമാണ്. നമ്മൾ ആ പൂണ്ടിക്കുള്ള യാത്രയിലാണ്. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ ഉള്ളു പൂണ്ടിക്ക്. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല താഴ്വാരം, നല്ല പശുക്കളും ഒക്കെ നിൽക്കുന്ന കണ്ടില്ല. നല്ല മെഴുമെഴുത്ത പശുക്കൾ എന്നൊക്കെ നമ്മൾ പറയല്ലേ. നല്ല രസമുണ്ട് കാണാൻ. ചാഴത്തേജി താഴ്വാരവും. ഇപ്പോൾ ഈ പറഞ്ഞ മഴയുടെ സീസണൊന്നുമല്ല, അല്ലെങ്കിൽ നല്ല പച്ചപ്പായിരിക്കും. നമ്മൾ ഓസ്ട്രേലിയയിലുണ്ട് ഇതുപോലുള്ള അതിമനോഹരമായ സ്ഥലം. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഭയങ്കര രസമാണ്. ഏതാ ഈ പശുക്കൾ നിൽക്കുന്നതൊക്കെ സെയിം നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുമായിട്ട് എനിക്ക് ഭയങ്കര ഒരു താരതമ്യം ചെയ്യാൻ തോന്നുന്നുണ്ട്. ഒരു വെറൈറ്റി, ഇത് വെറൈറ്റി, അത് വേറൊരു വെറൈറ്റി. അനുസാരെ പൂണ്ടി എന്ന് പറയാനില്ല, സ്വിറ്റ്സർലൻഡ് തന്നെയാണ്. പക്ഷെ ആ ടൈമിൽ പറഞ്ഞു, നമ്മളോട് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞില്ലേ ആ പച്ചപ്പ്. അത് ഇപ്പോഴത്തെ നല്ല കൃഷി, ഉള്ളിക്കൃഷി നടക്കുന്നു. പല കൃഷികളുണ്ട്. തട്ടായിട്ട് കൃഷി ചെയ്തേക്കുന്ന എന്നാ രസമാണ് കാണാൻ അറിയോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ കുറച്ച് ഓഫ് റോഡുകൾ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല വാട്ടർഫോൾസുകൾ കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ വണ്ടി അത്ര ഇതല്ലാതെ നമ്മൾ ഓഫ് റോഡ് ഏതായാലും പോകുന്നില്ല. ഏതായാലും അവിടെ ഇവിടെ കാണാൻ പറ്റിയ നല്ല മനോഹരമായ സ്ഥലങ്ങളുണ്ട്. ഇനി എവിടെയെങ്കിലും ഒരു ചായ കുടിക്കണം. ഇവർ ഉള്ളിക്കൃഷി 2-3 പേര് മുകളിൽ ഇരുന്ന് കൃഷി ചെയ്തുകൊണ്ടിരിക്കുക. കള പറിക്കാൻ തോന്നുന്നു അല്ലേ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ക്യാരറ്റിൻ്റെ സീസൺ അല്ല, അല്ലെങ്കിൽ ക്യാരറ്റൊക്കെ ഉണ്ടായിരുന്നു ഈ വഴി. എനിക്കൊന്ന് ഓരോ സീസൺ അനുസരിച്ച് ഇവർ കൃഷി മാറുമെന്ന് തോന്നുന്നു. ഏതാ ഇപ്പോൾ ഉള്ളിയുടെ കൃഷി, ഇനി അടുത്ത സീസൺ വരെ ക്യാരറ്റ്, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് പൂണ്ടി. കൊടൈക്കനാലിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ വരണം. ഇവിടെ സ്റ്റേയും റൂമും ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ കൊടൈക്കനാലിൽ അത്ര ഒരു ലക്ഷറി ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ എങ്കിലും കുഴപ്പമില്ല, അതിമനോഹരമായ ഒരു സ്ഥലമാണ്. എന്നാ രസമായി കൃഷി അല്ലേ. ഈ ഉള്ളിക്കൃഷിയാണ് അവർ നമുക്ക് ഇങ്ങനെ വന്ന വഴിക്കില്ല നമ്മൾ കണ്ടിങ്ങനെ ഉള്ളി പറിച്ച് കൊടുക്കുന്നത്. ക്യാരറ്റ് ഇപ്പം മെയിൻ സീസൺ അല്ല, പക്ഷേ താഴെ ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. ഭാര്യയും ഭർത്താവാണ് നമ്മളെ പരിചയപ്പെട്ടത്. അവരുടെ പേരനെ മാരിമുത്തു ജാനകിയോ അങ്ങനെ കണ്ട ഒരു പേര് പറഞ്ഞു, മറന്നുപോയി. അപ്പോൾ അവർ ഇതിൻ്റെ ഇടയിൽ അവരുടെ കൃഷി സ്ഥലമാണ്. ചെറിയ ചെറിയ കള വരുന്ന അവൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ കൃഷി ഇത് സാധനമൊക്കെ വെക്കുന്ന പെരയാണിത്. ഇത് ഏതാ ചെറിയ ചെറിയ സെറ്റപ്പൊക്കെ വെക്കുന്നത്. ചെറിയൊരു പള്ളി മുകളിലുണ്ട്. ഭയങ്കര രസമാണ് കാണാൻ. നമ്മൾ പറഞ്ഞ ഉള്ളിക്കൃഷി എന്ന് പറഞ്ഞല്ലേ, ഇതാണ് സാധനം. ഗാർലിക്കാണ് സത്യം പറഞ്ഞാൽ ഉദ്ദേശിച്ചത്, മറ്റേ ഉള്ളിയല്ല. ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഉള്ളി എന്ന് വെച്ചപ്പോൾ ചെറിയ ഉള്ളി എന്നുള്ള. പക്ഷെ ഗാർലിക്കുണ്ട്, അവർ പറിച്ച് കൊണ്ടിട്ടേക്കുന്നുണ്ട്. എന്നാ മണമോ അല്ലേ, ഭയങ്കര രസം.
കാണാൻ നല്ല രസമുണ്ട്. ഞങ്ങൾ ഇവിടെ വന്നൊരു ചായ കുടിക്കുകയാണ് പൂണ്ടിയിൽ. നല്ല ഒന്നാന്തരം കരിക്കുണ്ട്, ചായ ഉണ്ട് അല്ലേ, ചെറിയ സ്നാക്സ് ഉണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഒരു ചായ കുടിക്കുന്നതിൻ്റെ ഒരു ലുക്ക് സുഖം. അതെ അതെ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചായ കുടിക്കാനുള്ള ഒരു യാത്രയില്ല, ചായ എടുക്കാനുള്ള ഒരുക്കത്തിലാണ്. അതായത് ചായ ഇട്ടുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് നേരെ ചായ കുടിക്കാം. കരിക്ക് വേണ്ടവർക്ക് കരിക്കും കുടിക്കാം. പൂണ്ടിയിൽ നിന്നപ്പോൾ നമ്മൾ യാത്ര പോവാണ്. അതിൻ്റെ ഒരു വിഷയം എന്താ വെച്ചാൽ നമ്മുടെ ഈ വന്ന വണ്ടി നമ്മുടെ ഇന്നോവയാണ്. അപ്പം 1-2 ഓഫ് റോഡ് സ്ഥലങ്ങളുണ്ട്, വെള്ളച്ചാട്ടമൊക്കെ കാണാനായിട്ട്. പക്ഷെ അവിടെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വണ്ടിയിൽ അടിതട്ടും. അതുകൊണ്ട് അകത്ത് നമ്മൾ റിസ്ക് എടുത്ത് നമ്മൾ പോകുന്നില്ല. കാരണം വല്ല പഞ്ചറൊക്കെ ആയി കഴിഞ്ഞാലേ. അപ്പോൾ അല്ലെങ്കിൽ അല്ലേ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടൊക്കെ മോളോട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അവിടെ പോയി വാട്ടർഫോൾസ് ഉണ്ട്, പല സ്ഥലങ്ങളുണ്ട്. ഇനിയും താഴോട്ട് കാണാനുണ്ട്. അപ്പം നല്ല സ്ഥലമാണ് പക്ഷെ കാണാൻ. നല്ല ഈ പറഞ്ഞ തമിഴ്നാട്ടിലെ ഒരു സ്വിറ്റ്സർലൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. ശാന്തസുന്ദരമായ പ്രകൃതിയോട് അണിഞ്ഞൊരുങ്ങി കിടക്കുന്ന അല്ലേ, മനസ്സിന്റെ അഗാധത്തിലേക്ക് അത് നമ്മളെ അണിയിച്ചൊരുക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഭയങ്കര 6-7 വാട്ടർഫോൾസ് ഉണ്ട്. പക്ഷെ നമ്മൾ അൺഫോർച്യൂനേറ്റ്ലി ഒന്നും പോയില്ല. നമ്മൾ ഈ പ്രകൃതി ഭംഗി കണ്ടിങ്ങി വരികയാണ്. ഇനി ഞങ്ങൾ നേരെ തിരിച്ച് കൊടൈക്കനാലിൽ പോകുന്ന വഴി എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ പറത്തുന്നതായിരിക്കും. നമ്മൾ പൂണ്ടി കഴിഞ്ഞു. ഏകദേശം കൊടൈക്കനാലിൽ 16 കിലോമീറ്റർ. അപ്പോഴും വീണ്ടും ഒരു ചായ കുടിക്കാൻ അല്ലേ, ഇതുപോലുള്ള ചായക്കടയിൽ കാണുമ്പോൾ ഒരു ചായ കുടിക്കാൻ നമ്മൾ വീണ്ടും വന്നതാണ്. അതിൻ്റെ അതുമല്ല, ചായ കുടിച്ചിട്ട് നമുക്ക് ഈ വ്യൂ കാണുകയും ചെയ്യാം. കിടില സ്പോട്ടാണ് അല്ലേ, നല്ല ചായ കുടിക്കുകയും ചെയ്യാം, കിടില സ്പോട്ട് കാണുകയും ചെയ്യാം. അപ്പോൾ ഒരു 4 ചായ അല്ലേ, അതെ ഒരു വൈബാണ്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞു. അതിൽ ചായ കുടിക്കാം. ഒന്നാന്തരം കാപ്പി. നമ്മൾ ചായ മാറ്റി കാപ്പിയിലോട്ടാക്കി. കാരണം ഊട്ടി ചായ, കൊടൈക്കനാൽ കാപ്പിയോ അല്ലേ, അങ്ങനെ അടിപൊളി, സൂപ്പർ. താങ്ക് യു. അപ്പോൾ നമ്മൾ ഈ കടയിൽ വന്ന് ഇച്ചിരി ഓറഞ്ച് മേടിക്കാറ്. നമ്മുടെ നാട്ടിലെ കപ്പ ഉണക്കൊരു സാധനം, സൂപ്പ് ഉണ്ടാക്കുന്ന സാധനം ഇത് കേട്ടോ. കപ്പയല്ല, അതുപോലൊരു സാധനം അല്ലേ. കപ്പ തെരിയുമാ? ഇതെല്ലാം ലിച്ചിയോ? ലിച്ചി ഉണ്ട്. ഇതൊക്കെ കൊടൈക്കനാൽ സാധനം കേട്ടോ. ആ പിന്നെ ഇത് പൈനാപ്പിൾ. 1 കിലോ തോട് പൊട്ടിച്ച് നോക്കാം. നമുക്ക് അതിന്റെ ഭക്ഷണം കൊടുക്കാം. നീ പൊട്ടിച്ചു, തരുവായിട്ട് പൊട്ടിച്ചു. ഇത് അവിടെ മോളിൽ ഇത് നിൽക്കുന്നുണ്ട്, ബൈസൺ. ബൈസന്റെ തൊട്ട് മോളിൽ കാട്ടുപോത്ത് നിൽപ്പുണ്ട്. ബൈസൺ ഇവിടെ ഇറങ്ങിയല്ലേ ബൈസൺ. ഓ ബട്ടൺ മാതിരി ഇതുണ്ട്. സാധനം കൊള്ളാം, ഭയങ്കര രസം. ഇത് ഭയങ്കര കളർഫുൾ. ഈ ക്യാരറ്റ് നല്ല ക്യാരറ്റ് അല്ലേ. ഇപ്പൊ കൊടൈക്കനാലാ. ക്യാമറാമാൻ ലിച്ചി കൊടുക്കേ. ഒരു ക്യാമറാമാൻ്റെ ലിച്ചി ഒരെണ്ണം ഞാൻ എടുക്കുക. ഇനി പൊട്ടിക്കാൻ മേലെ കേട്ടോ. ഒന്നാമത്തെ ലിച്ചി ക്യാമറാമാൻ ഞാൻ പൊട്ടിച്ചു. ഇതെങ്ങനെ പൊട്ടിക്കാൻ? ലിങ്ക് ഷെയർ ഉണ്ട്. ഇപ്പൊ തന്നെ കാണിച്ചു കൊടുക്കാം. ഇതിരിക്കാ യൂട്യൂബ് മൊബൈൽ ഇല്ല, അത് കാണിക്കാം. ആ പിന്നെ സബ്സ്ക്രൈബ് കാണണം. ഇതാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചേച്ചിയെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുകയാണ് അല്ലെ. പേരെന്നാ യൂട്യൂബ് ചാനൽ? കോടൈകൾ ചിത്തു. കോടൈകൾ ചിത്തു. അത് നമ്മൾ അതിൻ്റെ അടിയിൽ കൊടുത്തേക്കാം അല്ലേ. നമുക്കൊരു സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ചെയ്യിപ്പിക്കും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ചെയ്ത് സബ്സ്ക്രൈബ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. നോക്കിക്കോളാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇന്നലെ വൈകിട്ട് ഞങ്ങൾക്ക് വീഡിയോ എൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഭയങ്കര കോടമഞ്ഞ് ഞങ്ങൾ മൂടിയിട്ട് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ നേരെ കയറി കിടന്നുറങ്ങി. ഇന്നലെ വൈകിട്ട് നമ്മളെ പൂണ്ടിയൊക്കെ അടിപൊളി സ്ഥലങ്ങളാണ് അല്ലേ, മനോഹരമായ സ്ഥലങ്ങളാണ്. അപ്പോൾ അനുസാറാണ് നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനുസാറിന് വളരെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ തുടർന്നുള്ള വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.